+1 പ്രവേശന നടപടികൾ മറ്റന്നാൾ ആരംഭിക്കും. ഒന്നാം അലോട്ട്മെന്റ് നടപടികൾ ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാക്കും. ഈ മാസം 15 മുതൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റും 22 മുതൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റും നടക്കും. ഓഗസ്റ്റ് 24 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. ഒന്നാം വർഷ ക്ലാസുകൾ ഓഗസ്റ്റ് 25 ആരംഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഒന്നാം അലോട്ട്മെന്റ് പ്രവേശനം 2022 ആഗസ്റ്റ് 5 ആരംഭിച്ച് ആഗസ്റ്റ് 10 വൈകിട്ട് 5 മണി വരെ പൂർത്തീകരിക്കുന്നതാണ്. മുഖ്യഘട്ടത്തിലെ രണ്ടാമത്തെ അലോട്ട്മെന്റ് 2022 ആഗസ്റ്റ് മാസം 15 പ്രസിദ്ധീകരിച്ച് പ്രവേശനം ആഗസ്റ്റ് മാസം 16, 17 തീയതികൾ നടക്കുന്നതാണ്. അവസാന അലോട്ട്മെന്റ് 2022 ആഗസ്റ്റ് മാസം 22 പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശനം ആഗസ്റ്റ് മാസം 24 പൂർത്തീകരിച്ച് ഒന്നാം വർഷ +1 ക്ലാസുകൾ ആഗസ്റ്റ് മാസം 25 ആരംഭിക്കുന്നതാണ്. ആഗസ്റ്റ് 25 ആരംഭിക്കും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇക്കാര്യത്തിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധിയില്ല. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയ സ്കൂളുകൾക്ക് പരാതിയില്ല. സൗകര്യങ്ങളുള്ള സ്കൂളുകൾ അപേക്ഷ നൽകിയാൽ മിക്സഡ് സ്കൂളുകളാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ യൂണിഫോം കോഡ് അടിച്ചേൽപ്പിക്കുന്നതിനായി സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. നേരത്തെ മിക്സഡ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച്, അതായത് അത് മിക്സഡ് സ്കൂളിൽ യൂണിഫോമത്തിൻ്റെ കാര്യത്തിലും അവിടുത്തെ PTA കൂടി തീരുമാനിക്കണം, രക്ഷകർത്താക്കൾ തീരുമാനിക്കണം, അതുപോലെ തന്നെ ലോക്കൽ ബോഡി തീരുമാനിക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റോട് അന്വേഷണം നടത്തും. എന്തെങ്കിലും ഒരു തർക്കം അത് ഈ കാര്യത്തിൽ പൊതുവിൽ സമൂഹത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യം കൂടെ എല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിനുള്ള അനുവാദം കൊടുക്കുന്ന കാര്യമുള്ളൂ. സ്കൂൾ ക്യാമ്പസിലും ക്ലാസ്സിലും കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി. കോവിഡ് കാലത്ത് നൽകിയ ഇളവുകൾ നീക്കി അമിതമായ ഫോൺ ഉപയോഗം രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പഠനവിനിമയ പ്രക്രിയയ്ക്ക് അപ്പുറം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മൂലം കുട്ടികൾക്ക് അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായി സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2022-2023 അധ്യയന വർഷം സ്കൂളുകൾ ആരംഭിച്ച് കുട്ടികൾ നേരിട്ട് സ്കൂളിൽ വന്ന് പഠന സാഹചര്യം നിലവിൽ വന്നതിനാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വീട്ടിലുള്ള വിദ്യാഭ്യാസം ആണ് നടക്കുന്നുള്ളതിനാലും സ്കൂളിൽ ഈ മൊബൈൽ ഫോൺ കൊണ്ടുവരേണ്ട ആവശ്യകത ഇല്ല. അതുകൊണ്ട് സ്കൂൾ ക്യാമ്പസിനകത്തും ക്ലാസ് റൂമിലും കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള നിലയിലുള്ള ഒരു അഭ്യർത്ഥനയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.